സാജനോട് അല്പം സ്വല്പം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളത് സത്യ. പക്ഷേ അവര് തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു. നീ പറയുന്ന അത്ര ചേർച്ചയൊന്നുമില്ല അല്ലാതെ. പിന്നല്ലാണ്ട് പറഞ്ഞാ മനസ്സിലാവണ്ടേ, ചുമ്മാ. അപ്പൊ ചുരുക്കത്തിൽ സാജൻ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള അർത്ഥം ഇല്ല. അവനോട് എന്തിനാ നിങ്ങക്ക് ദേഷ്യം? നിങ്ങളെന്തോ പറഞ്ഞപ്പോ അവനും തിരിച്ചു പറഞ്ഞു. അന്നത് കഴിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അത്രയൊന്നുമല്ല, അതിൽ കൂടുതലൊക്കെ ആയി. ഇല്ലേടാ ആനന്ദേ? ഈ അല്ലടാ ആനന്ദി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറുന്ന എന്തിനാ? അവക്കിഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് അവളെ നിർബന്ധിക്കണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തോ അല്ല റോയിച്ച, അവക്കിഷ്ടമില്ലാത്ത ബന്ധത്തിന് എല്ലാവരും എന്തിനാ അവളെ ഉന്തി തള്ളി വിടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ആരുന്തി തള്ളി വിട്ടുന്നാ? നീ എന്തൊക്കെയാ ആനന്ദി പറയുന്നേ? അവൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാ റോയിച്ച. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദ്യം സ്വന്തമായിട്ടൊന്ന് സെൻസർ ചെയ്തിട്ട് ചോദിച്ചോ. ആയിക്കോട്ടെ. ഉദാഹരണത്തിന് പാർ റോയിച്ചിന്റെ പെങ്ങളാണെന്നങ്ങ് വിചാരിക്കും. അവക്ക് ഇവനെ പോലെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന ഒരു മണ്ടന് കെട്ടിച്ചു കൊടുക്കുവോ, അതോ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു ജോലിയൊക്കെ ഉള്ള സൽസ്വഭാവിയായ സാജനെ പോലുള്ള ചെറുപ്പക്കാരന് കെട്ടിച്ചു കൊടുക്കും? തീർച്ചയായിട്ടും സാജനെ പോലെ ഒരാൾക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കും, അത് ഉറപ്പാ. അതെനിക്ക് അറിഞ്ഞാ മതി. നീ പോടാ അവിടെ നിന്ന്. അവൻ മണ്ടനൊന്നും അല്ല, എന്തായാലും നിന്നെക്കാളും ഭേദമാ. ആണല്ലോ. ആണ്. ആ റോയിച്ച, എനിക്ക് ബോട്ട് ജെട്ടി വരെ ഒന്ന് പോയാട്ടുള്ള. ടോണി, എന്താ നീയും പോയിരുന്നുണ്ടോ ജെട്ടിയിലേക്ക്? ആ വാക്ക് കേൾക്കുമ്പോ തന്നെ എന്റെ ഒരുമാതിരി നീ കിടന്ന് തപ്പണ്ട, ഞാനൊന്നുകൂടെ പറയാം. എന്താ നിന്റെ ഫീലിംഗ് എന്ന് നന്നായി ആലോചിച്ച് പറഞ്ഞാ മതി. ഇപ്പൊ കൊണ്ടേനെ. നീ ചോദിച്ചില്ലേ എന്താ ഫീലിങ്സ് എന്ന്? ഇതാണ് അവളുടെ ഫീലിങ്സ്. സാറേ എന്താടിയത്? ഇങ്ങനെയാണോ പെൺകുട്ടികള്? സ്ഥലകാല ബോധമില്ലാതാണ് ഇങ്ങനെ കാറുന്നത്. എനിക്ക് ഒച്ച കുറച്ച് വോയിസ് മോളിച്ചിട്ട് കാർ അറിഞ്ഞൂടാ റോയിച്ച. ഇവന്മാർക്കറിയാം എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോ തന്നെ ഇറിറ്റേഷൻ ആണ്. എന്നിട്ടാ റോയിച്ച. ശരി, ഇനി ഇവിടെ ആരും ആ വാക്ക് പറഞ്ഞു പോരുത്, കേട്ടല്ലോ? വേണമെങ്കിൽ ആ വാക്കിന് ഒരു വല്ല പാട്ട് പാടണമെന്നോ മറ്റോ പറഞ്ഞാൽ മതി. ഇവൾക്കൊന്നാമത് പ്രാന്താന്നറിയാലോ. വെറുതെ അടി വാങ്ങിച്ചു വെച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയാൻ നിൽക്കരുത്. ടോണി, നിനക്കിന്ന് ബോട്ടിൽ പാടാൻ പോണ്ടേ? ആ വെയിൽ അറിയിട്ട് വേണം ആ ജെട്ടിയിലേക്ക് അല്ല പാട്ട് പാടാനായിട്ട്. എന്നാ പിന്നെ നിനക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഇല്ല, ഞാൻ പാർക്കിലെത്തി. ഇനി നീ ഇറങ്ങി എപ്പ എത്താനാ? എങ്കിൽ നീ നാളെ ജിമ്മിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ നാളെ ജോയിൻ ചെയ്യും. ഓക്കെ മോളെ, ശരി. എന്ത് പണിയാണ് അവള് കാണിച്ചത്? പോരടിച്ച് മനുഷ്യൻ ചത്തു. ഞാനൊരു കമ്പനി വരട്ടെ? ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കേക്കാലോ. എന്താ ഇപ്പൊ സാജന് വേണ്ടേ? സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചാ പെട്ടെന്ന് ഇപ്പൊ എന്താ പറയാ? അയ്യടാ, ഒരു സുന്ദരൻ വന്നിരിക്കുന്നു. ആയിക്കോ, എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്ന കേട്ടിട്ട് മാത്രമേ പോവാവൂ, പ്ലീസ്. ശരി, വളച്ചുകെട്ടില്ലാതെ ഒരു പാരഗ്രാഫിൽ നിർത്തണം. പെട്ടെന്ന് അവിടെ എനിക്ക് പോണം. ഓക്കെ, താങ്ക്സ്. ഇവളെ പറയാം, പക്ഷേ ഒറ്റ പാരഗ്രാഫിൽ പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്തത് നമ്മൾ പഴയതുപോലെ സ്നേഹത്തിലാവണമെങ്കിൽ ആ പാരഗ്രാഫ് അത്ര പാക്ട് ആയിരിക്കണം. പക്ഷെ അങ്ങനെ ഒന്നും കിട്ടണ്ടേ? അപ്പൊ ശരി, കിട്ടിട്ട് എനിക്കൊരു മെയിലോ മെസ്സേജോ എനിക്ക് അയച്ചാൽ മതി. സൗകര്യം പോലെ വായിച്ചു ഞാൻ പറഞ്ഞോളാം. അയ്യേ, അത് നേരം പോക്കിന് വായിക്കാനുള്ളതല്ല. അതിന് വേറെ ടിൻഡു പോയിന്റ് ജോക്സും ലവ് ടിപ്സും ഒക്കെ ഞാൻ അയച്ചു തരാം. ഇതാണോ എനിക്ക് പറയാനുള്ളത്? അല്ല, പറയാനുള്ളത് അതെന്താണെങ്കിലും അത് നമ്മൾ പഴയ പോലെ ആവാൻ വേണ്ടിട്ടാണെങ്കിൽ അത് വേണ്ട. മോന് വെറുതെ അതിനായിട്ട് വേർക്കണ്ട. ഞാൻ അങ്ങനെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ലടി കാളി. അത് കണ്ടോ? സ്നേഹബന്ധ വികാരം തൊട്ടറിയത്തവർ കരുതും ഇത് കണ്ടിൽ പൊടി പോയതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്റെ ചങ്കിൽ വെള്ളിടി വെട്ടിയതാണെന്നുള്ള സത്യം എത്ര പേർ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കേട്ടോളൂ, പാറുവിന് കഞ്ഞി കൊണ്ടു തന്ന ആ ദിവസം മുതൽ വീട്ടിൽ എന്ന് കഞ്ഞി ഉണ്ടാക്കിയാലും പാറുവിന് മമ്മി ഓർക്കും. അറിയോ? ഓഹോ, അപ്പൊ ഞാൻ കഞ്ഞിയാണെന്നാണല്ലേ? പാറുവിന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം മമ്മി എന്നും ചോദിക്കും, പാറുവിന് പനിയാണോ എന്തോ എന്ന്. അല്ലാതെ പാറു വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഇത് പറഞ്ഞോണ്ടാണ് ഇത്ര നേരം ചുറ്റിപ്പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് പറയുന്നത് ശരിയാ, നിന്റെ ഡയലോഗ് ഫുൾ ലാഗാണ്. അവര് മാത്രമേ പറയൂ എന്റെ ഡയലോഗ് ലാഗാന്ന്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി ഡയലോഗ് ഇറക്കുമ്പോ ആരാ നോക്കുന്ന ഡയലോഗിന് ലാഗ് ഉണ്ടോ ഇല്ലയോ എന്ന്? പറ. ചുമ്മാ നീ പറഞ്ഞോണ്ടിരിക്കുന്ന കേൾക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പോണു. എന്നാ ചെല്ലടി, പോയി ചമന്തിപ്പട സീരിയലാണ്. എന്നിട്ട് അതിലെ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് തല്ലു പിടിക്കാം. ഏറ്റോടി എന്നോട് ഞാൻ പറഞ്ഞല്ലോ.
വിടില്ലേ? അമ്മേ